بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد إياك نعبد وإياك نستعين سورة الفاتحة مدية الآية إياك نعبد الله إياك നിന്നെ മാത്രം നഅ്ബുദു ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു വഇയ്യാക നിന്നെ മാത്രം നസ്തഈനു ഞങ്ങൾ നിന്നോട് മാത്രം സഹായം തേടുന്നു. ഇവിടെ ഈ മാത്രം എന്ന അർത്ഥം നിർബന്ധമാണ്. കാരണം കേവലം നിന്നെ ആരാധിക്കുന്നു എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് നിന്നെ മാത്രം എന്നാണ്. അത് അറബിയിലെ ഉലൂമുൽ മആനി അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനങ്ങൾ പരിശോധിക്കുന്നവർ പറയും, ഇവിടെ യഥാർത്ഥത്തിൽ നഅ്ബുദുക എന്നാണ് പറയേണ്ടിയിരുന്നത്. ഇത് ഭാഷാപരമായ സ്വാഭാവികമായ ക്രമം ഏതാണ്? നഅ്ബുദുക എന്നാണ് സ്വാഭാവികമായ ക്രമം. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു, ക നിന്നെ. അപ്പം നിന്നെ എന്ന് പറയേണ്ടത് ശേഷമായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ടാമത് പറയേണ്ട കാര്യം ആദ്യം പറഞ്ഞു. അവർ പറയും തഖ്ദീമു മാ ഹഖ്ഖുഹു തഅഖീർ യുഫീദുൽ ഹസർ. രണ്ടാമത് പറയേണ്ട കാര്യം ആദ്യം പറയുന്നത് യുഫീദുൽ ഹസ്റ, അത് മാത്രം എന്ന അർത്ഥം നൽകുന്നതാണ്. ഞാൻ സെയ്ദിനെ വിളിച്ചു എന്ന് പറയുന്നതും സെയ്ദ് അവനെയാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്. സെയ്ദ് അവനെയാണ് ഞാൻ വിളിച്ചതെന്ന് പറയുമ്പോൾ അവനെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ എന്ന സൂചന അതിലുണ്ട്. വേറെ ആരും വിളിച്ചിട്ടില്ല, അവനെ മാത്രമാണ് വിളിച്ചത്. ഇത് തഖ്ദീമാണ്, വാചകത്തിൻ്റെ ഘടനയെ മാറ്റിമറിക്കലാണ്. ഇവിടെ അത് സംഭവിച്ചിട്ടുണ്ട്. നഅ്ബുദുക എന്ന് പറയേണ്ടടുത്ത് അങ്ങനെ പറയാതെ തുടക്കത്തിൽ ഇയ്യാക 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 നഅ്ബുദ്, അല്ലാഹു നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ അറബി ഭാഷയിൽ പഠിക്കുന്ന ശൈലി നോക്കിയാൽ മനസ്സിലാകും. ഇത് ഇത്രയും നേരം ഗായിബിലായിരുന്നു പ്രയോഗങ്ങളൊക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് സർവസ്തുതിയും. അർറഹ്മാൻ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന് സർവസ്തുതി. ഒക്കെ ഗായിബല്ലേ? യഫ്അലു ഫഅല എന്ന രൂപത്തിലല്ലേ അല്ലേ? അവൻ എന്ന്. എന്നാൽ ഇവിടെ എത്തിയതോടുകൂടി അത് ഹാദിറിൻ്റെ സ്വരത്തിലേക്ക് മാറി. ഇയ്യാക നഅ്ബുദു, അള്ളാഹു അവൻ റബ്ബുൽ ആലമീനാണ്, അവൻ മാലിക് യൗമിദ്ദീനാണ്, അവൻ റഹ്മാൻ റഹീം എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്ന് പെട്ടെന്ന് പ്രയോഗം മാറി. അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു എന്നായി. ഇതിനാണ് പൊതുവെ ഇൽത്തിഫാത്ത് എന്ന് പറയുക. ഇൽത്തിഫാത്ത്, ഒരു ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറും. ഇത്രയും നേരം ഇങ്ങനെ പറഞ്ഞു, അവൻ 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 എന്ന് പറഞ്ഞിരിക്കെ പെട്ടെന്ന് നിന്നെ എന്ന് പറഞ്ഞു. അത് സംസാരത്തിൽ ആളുകൾക്ക് മടുപ്പുണ്ടാകാതിരിക്കാനും അതുപോലെ തന്നെ ആളുകളുടെ ശ്രദ്ധ പിടിച്ചെടുക്കാനും ഒക്കെ പ്രയോഗിക്കുന്ന രീതിയാണ്. പ്രസംഗത്തിലൊക്കെ അതുണ്ട്. പ്രസംഗത്തിലൊക്കെ ആൾക്കാരത് ചിലപ്പോൾ ഉപയോഗിക്കും. കുറേ നേരം ഒരാളിങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നവർക്ക് നിന്റെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർ സ്വയം ഒന്ന് ചിന്തിക്കും. ഇവിടെ ചില ഉലമാക്കൾ പറഞ്ഞു ഇതിൻ്റെ കാരണം അല്ലാഹു അലം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആലയെ, റബ്ബിനെ ഇത്രയും നേരം അവൻ സ്തുതിച്ചു. ഫകഅന്നഹു ഇഖ്തറബ്, ഇത്രയും നേരം അള്ളാഹുവിനെ സ്തുതിച്ചതോടുകൂടി അവൻ അള്ളാഹുവിനോട് സാമീപ്യം സിദ്ധിച്ചതുപോലെയായി, റബ്ബിനോട് അടുപ്പം കിട്ടിയതുപോലെയായി. ഇത്രയും നേരം അവൻ വിദൂരത്തായിരുന്നു. അള്ളാഹുവിനെ സ്തുതിച്ചതോടുകൂടി അവൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച ഒരാളെ പോലെയായി. അപ്പോൾ അവൻ എന്ത് ചെയ്തു? ഇയ്യാക നഅ്ബുദ്, അള്ളാഹു നിന്നെ മാത്രം. ഇത് പണ്ഡിതന്മാർ ദുആഇൻ്റെ അദബുകളിലും പറഞ്ഞിട്ടുണ്ട്. ദുആയിലേക്ക് പ്രവേശിക്കുമ്പോൾ തുടക്കത്തിൽ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനെ പ്രകീർത്തിക്കുകയും ചെയ്തതിന് ശേഷമാണ് അള്ളാഹുവിനോട് കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടത്. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ ആ ഒരു പാഠം കൂടിയുണ്ട്. ദുആഇൻ്റെ അദബ് എന്താണ്? എന്താ ദുആഇൻ്റെ അദബ്? അള്ളാഹുവിനെ
സ്തുതിച്ചതിന് ശേഷമാണ് എന്നോട് പ്രാർത്ഥിക്കേണ്ടത്. ഇതിൻ്റെ തഫ്സീറിൽ പറഞ്ഞിട്ടുള്ളത് ഇന്നാ നഖുസ്സുക വഹ്ദക ബിൽ ഇബാദ, ഇയ്യാക നഅ്ബുദു എന്നതിൻ്റെ വിശദീകരണമാണ്. ഇന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, ഇന്ന നഖുസ്സുക, നഖുസ്സു പ്രത്യേകമാക്കുന്നു, നഖുസ്സു ഞങ്ങൾ പ്രത്യേകമാക്കുന്നു. ആരെ? നഖുസ്സുക നിന്നെ, അത് നിനക്കു മാത്രമാക്കുന്നു, നിനക്കു പ്രത്യേകമാക്കുന്നു. ഞങ്ങൾ ഈ ചെയ്യുന്ന കാര്യം നിനക്കു മാത്രം പ്രത്യേകമായി ഉള്ളതാണ്, വേറൊരാളോട് ഞങ്ങളത് ചെയ്യില്ല. എന്താണ് ഞങ്ങൾ നിനക്കു മാത്രം പ്രത്യേകമാക്കിയിട്ടുള്ളത്? ബിൽ ഇബാദ, ഇബാദത്തുകൾ അല്ലാഹുവെ നിനക്കു മാത്രം ഞങ്ങൾ പ്രത്യേകമാക്കുന്നു, ഏകമാക്കുന്നു. നിനക്കു മാത്രമുള്ള കാര്യം, അത് പുറത്തൊരാൾക്കുമില്ല, നീ അല്ലാത്ത ഒരാൾക്കും ഇബാദത്തില്ല. അതാണ് ഇന്നാ നഖുസ്സുക വഹ്ദക ബിൽ ഇബാദ എന്നതിൻ്റെ അർത്ഥം. എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ പലതവണ കേട്ടിട്ടുണ്ടാവും. ഇബാദത്ത് എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു വഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹ് മിനൽ അഖ്വാലി വൽ അഅ്മാലി അസ്സാഹിറത്തി വൽ ബാത്തിന. ഇബാദത്ത് എന്നാൽ അതൊരു പൊതുവായ പദമാണ്. ഇസ്മുൻ ജാമി, ധാരാളം ഇനങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ആശയ ബാഹുല്യമുള്ള പദമാണത്. ഇസ്മുൻ ജാമി, ഇബാദത്ത് എന്നതിന് കീഴിൽ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളും. ഇസ്മുൻ ജാമി ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാവുന്ന ഒരു വലിയ ആശയ ബാഹുല്യമുള്ള പദമാണത്. വയർദാഹു, അല്ലാഹു തൃപ്തിപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വാക്കാണത്. ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ അൽ ഉബൂദിയ്യയിൽ പറഞ്ഞ നിർവചനാണിത്. അള്ളാഹു അവന് ഇഷ്ടമുള്ള എന്തൊക്കെ കാര്യമുണ്ടോ അതൊക്കെ ഇബാദത്താണ്. നീ അള്ളാഹുവിന് ഇഷ്ടമുള്ള എന്തൊരു കാര്യം ചെയ്താലും അത് ഇബാദത്താണ്. അത് ഏതൊക്കെ രൂപത്തിലുണ്ട്? മിനൽ അഖ്വാൽ വൽ അഅ്മാൽ, വാക്കുകളുണ്ട്, അമലുകളുമുണ്ട്. വാക്കുകളുണ്ട്, അമലുകളുമുണ്ട്. വാക്ക് എന്ന് പറഞ്ഞാൽ ഉച്ചരിക്കുന്നത്, അമൽ എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുന്നത്. പണ്ഡിതന്മാർ പറഞ്ഞു വാക്ക് ഹൃദയത്തിനുമുണ്ട്, ശരീരാവയവങ്ങൾക്കുമുണ്ട്. പ്രവർത്തനവും ശരീരത്തിനുമുണ്ട്, ഹൃദയത്തിനുമുണ്ട്. ശരീരാവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കാൻ പറ്റും, ഹൃദയം കൊണ്ടും പ്രവർത്തിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വാക്ക്, ഹൃദയം കൊണ്ടും വാക്ക് പറയാൻ പറ്റും, ശരീരം കൊണ്ടും വാക്കുകൾ പറയാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ വാക്ക് ഏതാണ്? ചിലർ പറഞ്ഞു തസ്ദീഖ്, അള്ളാഹു ഒരു കാര്യം അറിയിച്ചാൽ അത് സത്യപ്പെടുത്തുക എന്നത് ഹൃദയത്തിൻ്റെ വാക്കാണ്. ഹൃദയം പറയും ഞാനിത് സത്യപ്പെടുത്തുന്നു, ഇത് ശരിയാണ്, ഇത് യാഥാർത്ഥ്യമാണ്. തസ്ദീഖ് ഹൃദയത്തിൻ്റെ വാക്കാണ്, ഹൃദയം കൊണ്ടുള്ള സംസാരമാണത്. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു ഞാനത് സത്യപ്പെടുത്തിയിരിക്കുന്നു. ശരീരാവയവങ്ങൾ കൊണ്ട് പറയുന്ന വാക്കുകളോ അതിൽപ്പെട്ടതാണ് സിക്റുകൾ, ഖുർആൻ പാരായണം, അൽ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരുദ്ധം, ഇതൊക്കെ ശരീരം കൊണ്ടുള്ള വാക്കുകളാണ്. പ്രവർത്തനങ്ങളോ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണമാണ് സ്നേഹം, അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഇബാദത്താണ്. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ലേ? ഇബാദത്തുകൾ വാക്കുണ്ട്, പ്രവൃത്തിയുണ്ട്. വാക്ക് ഹൃദയം കൊണ്ടും ശരീരാവയവം കൊണ്ടും സാധിക്കും, പ്രവൃത്തിയും ഹൃദയം കൊണ്ടും ശരീരാവയവങ്ങൾ കൊണ്ടും കഴിയും. ഹൃദയത്തിൻ്റെ വാക്കാണ് തസ്ദീഖ്, സത്യപ്പെടുത്തുക എന്നുള്ളത്. അള്ളാഹ് ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിപ്പെടുത്തുക, അത് വിശ്വസിക്കുക, സത്യമാണെന്ന് അംഗീകരിക്കുക. ശരീരാവയവങ്ങൾ കൊണ്ടുള്ള വാക്കുകൾക്ക് ഉദാഹരണമാണ് ഇത്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക, ദിക്ർ ചൊല്ലുക, ഖുർആൻ ഓതുക. പ്രവർത്തനങ്ങളുണ്ട്, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് ഏത്? അള്ളാഹുവിന് സ്നേഹം ഉണ്ടാവുക, സ്നേഹിക്കുക, അത് ഹൃദയം കൊണ്ടുള്ളതാണ്. അതുപോലെ അൽ ഖൗഫു ഭയം, അൽ മഹബ്ബത്തു സ്നേഹം, അർ റജാഉ പ്രതീക്ഷ, അത്തവക്കുലു ഭരമേൽപ്പിക്കുക, ഇതൊക്കെ ഹൃദയത്തിൻ്റെ അമലുകളാണ്, പ്രവർത്തനങ്ങളാണ്. ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ജിഹാദ്, ഇതൊക്കെ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണ്. പൊതുവെ ഹൃദയം കൊണ്ടുള്ള പൊതുവെ ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനമാണ് ഏത് പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠം? ശരീരാവയവങ്ങൾ കൊണ്ടുള്ള അമലുകളെക്കാൾ ശ്രേഷ്ഠം ഏതാണ്? ഹൃദയം കൊണ്ടുള്ള അമൽ. പൊതുവെ മൊത്തത്തിലൊരു പ്രവർത്തനം എന്ന നിലക്ക് ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണോ ശരീരത്തിൻ്റെ പ്രവർത്തനമാണോ ഏറ്റവും അഫ്ളൽ എന്ന് ചോദിച്ചാൽ പൊതുവെ ഏതാണ് അഫ്ളൽ?
ഹൃദയം കൊണ്ടുള്ളതാണ്. പക്ഷെ ചില സമയത്ത് ചിലപ്പോൾ ശരീരാവയവങ്ങൾ കൊണ്ടുള്ള നിസ്കാരം പോലുള്ള പ്രവർത്തനങ്ങൾ ചില ഹൃദയം കൊണ്ടുള്ള അമലുകളെക്കാൾ മുൻപിലെത്തിയേക്കാം. മിനൽ അഖ്വാലി വൽ അഅ്മാലി ളാഹിറത്തി വൽ ബാത്തിന, ഇബാദത്തുകളിൽ ചിലത് ളാഹിറത്താണ്, പ്രകടമാണ്, വൽ ബാത്തിന, ചിലത് ഗോപ്യമാണ്, രഹസ്യമാണ്. പുറമേക്ക് പ്രകടമാകുന്ന അമലുകളുണ്ട്, അല്ലാത്ത ഇബാദത്തുകളുമുണ്ട്. അപ്പോൾ ഇതാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. ഇബാദത്ത് നിലകൊള്ളുന്നത് 3 റുക്നുകൾക്ക് മേലെയാണ്. ഏതൊക്കെയത്? സൂറത്തുൽ ഫാത്തിഹയിൽ തന്നെ അതുകൊണ്ട് അൽ ഖൗഫു റജാഉ വൽ മഹബ്ബത്തു, അള്ളാഹുവിനോടുള്ള പേടിയിലും അള്ളാഹുവിനോടുള്ള പ്രതീക്ഷയിലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലും. ഈ 3 കാര്യങ്ങളാണ് ഇബാദത്തിൻ്റെ റുക്നുകൾ, സ്തംഭങ്ങൾ. ഇബാദത്തിന് മുകളിലാണ് നിലകൊള്ളേണ്ടത്. എന്തുകൊണ്ടാണ് നീ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നത്? ഒന്നല്ലെങ്കിൽ നീ അള്ളാഹുവിനെ പേടിക്കുന്നു, അവൻ്റെ നരകം പേടിക്കുന്നു, അവൻ്റെ ശിക്ഷ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ അവൻ നീ പ്രതീക്ഷ അർപ്പിക്കുന്നു, അവൻ്റെ സ്വർഗം പ്രതീക്ഷിക്കുന്നു, അവൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നു, അവൻ്റെ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു, അതിൽ പ്രതീക്ഷയുണ്ട്. അതല്ലെങ്കിലോ മൂന്നാമത്തെ കാര്യം അൽ മഹബ്ബ, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടാണ്. നിനക്കറിയാം ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്, നിനക്ക് അള്ളാഹുവിനോട് ഇഷ്ടമുണ്ട്, അവൻ ഇഷ്ടമുള്ളതെല്ലാം നിനക്കും ഇഷ്ടമുള്ളതായിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇബാദത്തുകൾക്ക് നൽകുന്ന 3 പ്രേരകങ്ങളാണിത്. ഏതൊക്കെ? ഖൗഫ്, റജാ, മഹബ്ബത്ത്. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് മഹബ്ബത്താണ്, സ്നേഹമാണ്. അള്ളാഹു ഒരു കാര്യം ഇഷ്ടപ്പെട്ടതിനാൽ ഞാൻ ഇഷ്ടപ്പെടും. എന്നാൽ അതിൻ്റെ അർത്ഥം ഖൗഫോ റജാഓ വേണ്ടതില്ല എന്നല്ല, അത് നിർബന്ധമായും വേണം. ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, മൻ അബദല്ലാഹ ബിൽ ഖൗഫി വഹ്ദഹു ഫഹുവ ഖാരിജി. ആരെങ്കിലും അള്ളാഹുവിനെ ഭയം കൊണ്ട് മാത്രമേ ഇബാദത്ത് ചെയ്താൽ അവൻ ഖവാരിജിയിൽപ്പെട്ടവനാണ്. ഖവാരിജികൾ എന്ത് ചെയ്തു? ഒരു വൻപാപം ചെയ്താൽ അള്ളാഹ് പുറത്തു തരില്ല എന്ന് പറഞ്ഞത്. ഒരു ഖാരിജി ചിന്താഗതിയുള്ള ആൾ, അള്ളാഹുവിനുള്ള പേടിയാണ് അവർക്ക് അധികരിച്ചത്, അത് കൃത്യമായ പരിധിയിലായില്ല. വമൻ അബദല്ലാഹ ബിൽ റജാഇ വഹ്ദഹു ഫഹുവ മുർജി. ആരെങ്കിലും അള്ളാഹുവിനെ പ്രതീക്ഷ കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്താൽ അവൻ മുർജി ആണ്. മുർജി എന്ന് പറഞ്ഞാൽ എന്ത് തിന്മ ചെയ്താലും കുഴപ്പമില്ല, അത് ഈമാനിന് യാതൊരു കോട്ടവും തട്ടിക്കില്ല, അള്ളാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി, ഇസ്ലാം ശരിയാന്ന് വിശ്വസിച്ചാൽ മതി, ഖലാസ്, വിശ്വാസം മതി, അമലില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് മുർജി. 3 വമൻ അബദല്ലാഹ ബിൽ മഹബ്ബത്തി ഫഖത്ത് ഫഹുവ സിന്ദീഖുൻ. ആരെങ്കിലും അള്ളാഹുവിനെ സ്നേഹം കൊണ്ട് മാത്രം ഇബാദത്ത് ചെയ്താൽ സിന്ദീഖാണ്. സിന്ദീഖ് എന്ന് പൊതുവെ ഉദ്ദേശിക്കുന്ന പഴയകാലത്തെ സൂഫികളിൽ ചിലർ ഈ സന്ദഖത്തിൻ്റെ വാദം പറഞ്ഞ ആൾക്കാരുണ്ട്, വഹ്ദത്തുൽ വജൂദിൻ്റെയും ഇത്തിഹാദിൻ്റെയും വാദം പറഞ്ഞ ആൾക്കാർ, അതായത് സർവ്വപ്രപഞ്ചവും ഒന്ന് തന്നെ എന്നൊക്കെ വാദിച്ച ആളുകളുണ്ട്. അവരിൽ ചിലർ പറഞ്ഞു, കടുത്ത വാക്കുകൾ പറഞ്ഞ ആൾക്കാരുണ്ട്. അവർ ചിലർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയില്ല, അവൻ്റെ സ്വർഗ്ഗത്തെ ഞങ്ങൾക്ക് വേണ്ടിയെന്നാണ്, നരകം കിട്ടിയാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല, മറിച്ച് അള്ളാഹുവിനുള്ള സ്നേഹമാണ് ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. എന്നിട്ട് അവർ ബാക്കിയുള്ളവരുടെ ഇബാദത്തിനെ കളിയാക്കി. അവർ പറഞ്ഞു, സാധാരണ ജനങ്ങളുടെ ആരാധന കച്ചവടക്കാരൻ്റെ ആരാധനയാണ്, അവനെന്തിനാ പകരത്തിന് വേണ്ടിയിട്ടാണ്, നമുക്ക് പകരത്തിന് പകരുന്ന ആഗ്രഹമില്ല, അള്ളാഹിൻ്റെ സ്നേഹം മതി, അള്ളാഹു ലയിച്ചു ചേർന്നാൽ മതി. ചില ആളുകൾ പറഞ്ഞു, ഞാൻ പരലോകത്തെത്തിയാൽ അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ എന്നെ നീ നരകത്തിൻ്റെ അതേ വലുപ്പത്തിലാക്കണേ, എന്നിട്ട് എന്നെ നരകത്തിലിടുകയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ സ്വർഗത്തിലാക്കുകയും ചെയ്യണേ, കാരണം നിന്റെ സ്നേഹം കിട്ടിയാൽ മതി എനിക്ക്. ഇത് പറഞ്ഞ ആൾക്കാർ പിന്നീട് അവർക്ക് ചില അസുഖങ്ങൾ വന്നു, ഉച്ചയ്മ കൊടുത്തേക്ക് കാണാം, മൂത്രവാർച്ചേൻ്റെ അസുഖം വന്നു. അപ്പോൾ അയാൾ പിന്നീട് പറഞ്ഞത്രേ, ഈ അസുഖം ഇപ്പം മാറിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കാഫിറാവുന്നത്. നോക്കൂ, ഇത്തരം കാൽപ്പനിക കഥകൾ പറയുന്ന പലരുടെ യാഥാർത്ഥ്യ അവസ്ഥ ഇതായിരിക്കും. എനിക്ക് സ്വർഗം വേണ്ട, നരകം വേണ്ട, ഇത്തരം വലിയ വലിയ വാക്കുകൾ പറയും. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം ഉണ്ടായാൽ ക്ഷമിക്കാനാണ് കിട്ടൂല. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യേണ്ട ഈ 3 അടിത്തറകൾക്കും ഈ 3 സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. മഹബ്ബത്ത് എവിടെയുള്ളത്? മഹബ്ബത്ത്, സ്നേഹം, എല്ലാം ഒന്നും തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഹംദിലാണുള്ളത്. എങ്ങനെ മഹബ്ബത്തിന് തുടക്കത്തിൽ അള്ളാഹിനെ സ്നേഹിച്ചുകൊണ്ട് അവനെ സ്തുതിക്കലാണ് ഹംദ് എന്ന് തുടക്കത്തിൽ പറഞ്ഞില്ല നമ്മൾ. മഹബ്ബത്ത് ഹംദിലുണ്ട്. റജാ ഏതിലാണുള്ളത്? റഹ്മാൻ
റഹീം. ഖൗഫ് ഏതിലാണുള്ളത്? മാലിക് യൗമിദ്ദീൻ. 3 സൂചനകളാണ്. ഇബാദത്തിന് 2 ഷർത്തുകളുണ്ട്, ഞാൻ പറഞ്ഞു പോകുന്നത് മാത്രം. ഇഖ്ലാസും ഇത്തിബാഉമാണ്. അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു കാണിച്ച പോലെ ആയിരിക്കണം. ശരി, ഇന്നാ നഖുസ്സുക വഹ്ദക ബിൽ ഇബാദ, അള്ളാഹുവെ നിനക്കു മാത്രം ഞങ്ങൾ ഇബാദത്തുകൾ ഏകമാക്കുന്നു. വനസ്തഈനു ബിക വഹ്ദക ഫീ ജമീഇ ഉമൂരിന, വനസ്തഈനു ബിക നിന്നെ കൊണ്ട് ഞങ്ങൾ, വനസ്തഈനു ഇസ്തിആനത്ത് എന്ന് പറയും. ഈ ഇസ്തിആന ഇസ്തിഫ്ആൽ വസ്നിൽ വരുന്ന എന്ത് വാക്കാണെങ്കിലും അതിലൊക്കെ തലബ് എന്ന അർത്ഥമുണ്ടായിരിക്കും, തേട്ടം. ഇസ്തിഗാസ, ഇസ്തിആന, പിന്നെ ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞാൽ ഷഫാഅത്ത് ചോദിക്കുക. ഇസ്തിഷ്ഫാ എന്ന് പറഞ്ഞാൽ രോഗശമനത്തിന് വേണ്ടി തേടുക. ഇസ്തിഗ്ഫാർ മഗ്ഫിറത്തിന് വേണ്ടി തേടുക. ഇങ്ങനെ ഇസ്തിആദ രക്ഷ ചോദിക്കുക. ഇങ്ങനെ വനസ്തഈനു ഞങ്ങൾ സഹായം തേടുന്നു, ബിക നിന്നെ കൊണ്ട്, അതായത് അള്ളാഹുവെ നിന്നെ കൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നു, അല്ലെങ്കിൽ നിന്നോട് സഹായം തേടുന്നു. വഹ്ദക നിന്നെ മാത്രം. അവിടെ മാത്രം എങ്ങനെ അർത്ഥം കിട്ടിയത്? ഞാൻ നേരത്തെ അതേ പറഞ്ഞ കാര്യം, വഇയ്യാക എന്നതിൽ നിന്ന്. ഫീ ജമീഇ ഉമൂരിന ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവെ നിന്നെ കൊണ്ട് ഞങ്ങൾ സഹായം തേടുന്നു. ഫൽ അംറു കുല്ലുഹു ബിയദിക്, ഫൽ അംറു കാര്യങ്ങളെല്ലാം, കുല്ലുഹു സർവകാര്യങ്ങളും, എന്തൊക്കെ കാര്യമുണ്ടോ അതെല്ലാം, ബിയദിക നിൻ്റെ കയ്യിലാണ്. അത് അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്, അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അള്ളാഹു നിയന്ത്രിക്കാത്തൊരു കാര്യമില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വരെ ഖുർആൻ എന്താ പറഞ്ഞത്? ലൈസ ലക മിനൽ അംരി ഷൈഉൻ. അള്ളാഹുവിൻ്റെ റസൂൽ ലൈസ ലക മിനൽ അംരി ഷൈഉൻ. കിതാബ് തുസിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് കൊടുത്ത ആയത്താണത്. ലൈസ ലക മിനൽ അംരി ഷൈഉൻ. നബിയെ താങ്കൾക്ക് കാര്യങ്ങളിൽ യാതൊരു കൈകാര്യ കർത്തൃത്വവുമില്ല, ഒരു കാര്യവും നിയന്ത്രിക്കാനുള്ള അധികാരം നബി അങ്ങേക്കില്ല. ഒരാൾക്ക് പുറത്തു കൊടുക്കണോ, ഒരാൾക്ക് അയാളെ ശിക്ഷിക്കണോ, ഇതൊന്നും തീരുമാനിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തെ അവതരിച്ചത് അവിടുന്ന് ഖുനൂത്ത് നടത്തിയപ്പോഴാണ്. അവിടുത്തെ ഉപദ്രവിച്ച ശത്രുക്കൾക്കെതിരെ ഖുനൂത്ത് നടത്തിയപ്പോൾ അവതരിപ്പിച്ച ആയത്താണിത്. ലൈസ ലക മിനൽ അംരി ഷൈ. നബിയെ അങ്ങേക്ക് കാര്യങ്ങളിൽ യാതൊന്നിൻ്റെയും നിയന്ത്രണമില്ല. അള്ളാഹുവിൻ്റെ റസൂലിന് കാര്യത്തിൽ നിയന്ത്രണമില്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അല്ലെ, ബദ്ർ യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ സഹാബികളിൽ ചിലർ മരണപ്പെട്ടപ്പോൾ, കുറച്ച് സഹാബികൾ മരിച്ചില്ലേ, അപ്പോൾ ചില ആളുകൾ സൂറത്ത് അൽ ഇംറാനിൽ കാണാൻ നിൽക്കുന്നത് അള്ളാഹു പറയണം, വതായിഫത്തുൻ ഖദ് അഹമ്മത്തുഹും അൻഫുസുഹും, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ടായി, അവർക്ക് സ്വന്തം കാര്യത്തിൽ ഭയമുണ്ടായി. യظുന്നൂന ബില്ലാഹി ഗൈറൽ ഹഖി ظن الجاهലിയ്യ, അള്ളാഹുവിനെ കുറിച്ച് അവർ പഴയകാല ജാഹലിയത്തിലെ ചിന്തകൾ വിചാരിച്ചു പോയി. യുദ്ധത്തിൽ, ഉഹദ് യുദ്ധത്തിൽ ചെറിയ തിരിച്ചടികൾ നേരിട്ടപ്പോൾ യഖൂലൂന അവർ പറയുന്നു, ഹൽ ലനാ മിനൽ അംരി ഷൈ, നമുക്ക് കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിയന്ത്രണമുണ്ടോ? അള്ളാഹു പറയണം, ഖുൽ ഇന്നൽ അംറ കുല്ലഹു ലില്ലാഹ്, പറയുക നബിയെ കാര്യങ്ങളിലെല്ലാം നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. യുഖ്ഫൂന ഫി അൻഫുസിഹിം മാ ലാ യുബ്ദൂന ലക, നബിയെ അങ്ങയോട് അവർ തുറന്നു പറയാത്ത ചില കാര്യങ്ങൾ അവരുടെ മനസ്സിൽ അവർ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. യഖൂലൂന അവർ പറയുന്നു, ലൗ കാന ലനാ മിനൽ അംരി ഷൈഉൻ മാ ഖുതിൽനാ ഹാഹുനാ, അവർ പറയുന്നു നമുക്ക് വല്ല നിയന്ത്രണവും കാര്യങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിവിടെ കൊല്ലപ്പെടുമായിരുന്നില്ല. ഉഹദിൽ കുറച്ച് ആൾക്കാർ മരിച്ചല്ലോ. അപ്പം അള്ളാഹു പറയണം, ഖുൽ ലൗ കുൻതും ഫി ബുയൂതികും ലബറസ അല്ലദീന കുതിബ അലൈഹിമുൽ ഖത്ലു ഇലാ മദാജിഇഹിം, പറയുക നബിയെ അവരുടെ കിടക്കയിൽ കിടക്കുകയാണെങ്കിലും മരണം രേഖപ്പെടുത്തപ്പെട്ടവർ അവരുടെ മരണം കിടക്കയിലേക്ക് വന്നെത്തുന്നതാണ്. കാര്യങ്ങളുടെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിൽ മാത്രം, വേറെ ഒരാൾക്കും നിയന്ത്രണമല്ല. തൗഹീദ് എത്ര മനോഹരമായിട്ടാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. എല്ലാ കാര്യം അള്ളാഹുവിനോടാണ് സഹായം തേടേണ്ടത്. ലാ യംലികു മിൻഹും അഹദു, ലാ യംലികു മിൻഹു, ലാ യംലികു ഉടമപ്പെടുത്തുന്നില്ല, മിൻഹു ഈ പറഞ്ഞതിൽ നിന്ന്, ഒരു കാര്യവും, ഇവിടെ അമർ തന്നില്ലേ, ഒരു കാര്യവും ഉടമപ്പെടുത്തുന്നില്ല, അഹദുൻ ഒരാളും, മിസ്കാല ദർറത്തിൻ, മിസ്കാല ദർറ എന്ന് പറഞ്ഞാൽ ഒരു ദർറത്തിൻ്റെ ഭാരത്തോളം, മിസ്കാൽ എന്ന് പറഞ്ഞാൽ ഭാരം,
ദർറത്ത് എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു, പൊതുവെ ഖുർആൻ ഹദീസിലൊക്കെ വന്ന ദർറത്തിൻ്റെ വിശദീകരണത്തിൽ സലഫുകൾ പറഞ്ഞായി കാണാം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഈ ബാത്റൂമിലൊക്കെ പോയിട്ട് ഈ ബാത്റൂമിൽ ലൈറ്റ് വരുന്ന സ്ഥലത്ത് കണ്ടിട്ടില്ലേ, ധൂളികൾ കണ്ടിട്ടില്ലേ, ലൈറ്റ് വരുന്ന സ്ഥലത്ത് സൂര്യവെളിച്ചം വരുന്നിടത്ത് നോക്കിയാൽ അല്ലേ ഭാരമില്ലാത്ത പൊടി കാണാം. പൊടി എന്ന് പോലും പറയാൻ പറ്റില്ല, അത് അത്രയും അതിനാണ് ദർറത്ത് എന്ന് പറയുന്നത്. വേറെ ചിലർ പറഞ്ഞു ദർറത്ത് എന്ന് പറഞ്ഞാൽ ഉറുമ്പിൻ്റെ കാൽ പാടാണ്, ഉറുമ്പിൻ്റെ ഒരു കാലാണ്, കറുത്ത ഉറുമ്പിൻ്റെ തീരെ ഭാരമില്ലാത്ത, അതാണ് ദർറത്ത്. മിസ്കാല ദർറ, അത്ര പോലും ഒരാളും ഒരു കാര്യം ഉടമപ്പെടുത്തുന്നില്ല. ഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ على أن العبد لا يجوز له أن يصرف شيئا من أنواع العبادة كالدعاء والاستغاثة والذبح والطواف إلا لله وحده. وفي هذه الآية ഈ ആയത്തിലുണ്ട് ദലീലുൻ, ഇതിൻ്റെ തെളിവുണ്ട്. എന്തിനാണ് തെളിവുള്ളത്? അല അന്നൽ അബ്ദ, എന്തിനാണ് തെളിവ്? ഒരു അടിമ ലാ യജൂസു ലഹു, ലാ യജൂസു ലഹു അവന് അനുവദനീയമല്ല, ജായിസല്ല, അവൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. അൻ യസ്രിഫ, യസ്രിഫ നൽകുക എന്നത്, വകവെച്ചു കൊടുക്കുക എന്നത്. അൻ യസ്രിഫ ഷൈഅൻ, ഒരു കാര്യം പോലും, എന്തെങ്കിലും ഒന്ന്, ഷൈഅൻ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന്, ഒരു കാര്യം പോലും, മിൻ അൻവാഇൽ ഇബാദത്തി, ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം വകവെച്ചു നൽകാൻ ഒരാൾക്കും അനുവാദമില്ല എന്നതിന് ഈ ആയത്തിൽ തെളിവുണ്ട്. ഉദാഹരണത്തിന് കദ്ദുആ, ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് കദ്ദുആ, പ്രാർത്ഥന പോലെ. വൽ ഇസ്തിഗാസതി, ഇസ്തിഗാസ പോലെ. ഇസ്തിഗാസ സഹായതേട്ടം. ഇസ്തിഗാസ ഇസ്തിആനത്ത് തമ്മിലുള്ള വ്യത്യാസം ചില പണ്ഡിതന്മാർ പറഞ്ഞു. ഇസ്തിആനത്ത് എന്ന് പറഞ്ഞാൽ പൊതുവെ എല്ലാ സഹായതേട്ടത്തിനും പറയും. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഒരാൾ കടുത്ത പ്രയാസത്തിൽ അകപ്പെട്ട് ഇപ്പോൾ കിട്ടേണ്ട സഹായം എന്നറിയില്ലേ, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയാം. പൊടുന്നനെ കിട്ടേണ്ട വളരെ അത്യാവശ്യത്തിൽ കുടുങ്ങിയ ആൾ വിളിക്കുന്ന സഹായത, അതിനാണ് ഇസ്തിഗാസ എന്ന് പറയും. അങ്ങനെ ചിലർ വേർതിരിച്ചിട്ടുണ്ട്. വസ്സബ്ഹി, ദബ്ഹ് നമ്മൾ പഠിച്ചില്ലേ, ദബഹ, ദബ്ഹ് എന്നാണ് അറവ്, ബലികർമ്മം. വത്തവാഫി, തവാഫ്. ഇങ്ങനെ ഇബാദത്തിൻ്റെ ഇനങ്ങളിൽപ്പെട്ട യാതൊരു കാര്യവും ലാ യജൂസു ലഹു അൻ യസ്രിഫ്, അവന് വകവെച്ച് നൽകാൻ അനുവാദമില്ല, ആർക്കല്ലാതെ, ഇല്ലാ ലില്ലാഹി വഹ്ദഹ്, അള്ളാഹുവിന് മാത്രമല്ലാതെ, അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഇബാദത്തിൻ്റെ ഒരു ഇനവും. നിങ്ങളതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ഒരാൾ 1000 അല്ല 10,000 വർഷം ഇബാദത്ത് ചെയ്തു, ആ 10,000 വർഷത്തിൽ നിരന്തരം അവസാനിക്കാതെ ഇബാദത്ത് ചെയ്തു, അതിൽ ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം മാത്രം, ആ ഒരു നിമിഷത്തിൽ ഏതെങ്കിലും ഒരു ഇബാദത്തിൽ ഒരു ഇബാദത്ത് മാത്രം അള്ളാഹു അല്ലാത്ത ഒരാൾക്ക്, അത് തന്നെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാകട്ടെ, ഒരു നബിക്കാണ് നൽകിയതെന്ന് വിചാരിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു നൽകാത്ത തിന്മയാണ് അവൻ ചെയ്തത്. ഒരു 10,000 കൊല്ലം ഇബാദത്ത് ചെയ്തു, എന്നാൽ പോലും അപ്പം അതിൻ്റെ ഗൗരവം എത്രയാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, നുഖ്തത്തും മിന ശിർക്കി തുഫ്സിദു ബിഹാറൽ ഹസനാത്ത്, ഷിർക്കിൻ്റെ ഒരു തുള്ളി മതി നന്മകളുടെ സമുദ്രത്തെ മുഴുവൻ ഇല്ലാതെയാക്കി കളയാൻ. അതാണ് ഷിർക്കിൻ്റെ അപകടം. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, ഷിർക്ക് ചെയ്താൽ സ്വർഗം നിഷിദ്ധമാണ്, പിന്നെ ഒരിക്കലും കടക്കാൻ പറ്റില്ല. വലഖദ് ഊഹിയ ഇലൈക വഇല അല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, അങ്ങേക്ക് മുൻപുള്ള നബിമാർക്കും നൽകിയ വഹയെന്താണ്? നിങ്ങൾ ഷിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ ബാത്തിലാകും. നബിമാരെ കുറേ പേര് പറഞ്ഞിട്ട് അള്ളാഹു പറയും, വലൗ അശ്റകൂ, അവരെങ്ങാനും ഷിർക്ക് ചെയ്തിരുന്നെങ്കിൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവർ അമൽ ചെയ്തതെല്ലാം ബാത്തിലാകുമായിരുന്നു. എന്താ ഇതിൻ്റെ ഗൗരവം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു ഇബാദത്ത് പോലും അള്ളാഹു അല്ലാത്തവർക്ക് നൽകരുത്, ഒന്നുപോലും. ഞാൻ കുറേ ചെയ്തിട്ടുണ്ട്, അള്ളാഹ്ക്ക് ഒന്നും ഇല്ല. ഉലമാക്കൾ ചില പറഞ്ഞു സലാസയിലുള്ളതുപോലെ, فإن الله لا يرضى أن يشرك به أحد لا ملك مقرب ولا نبي مرسل. അള്ളാഹു ഒരിക്കലും അവനോടൊപ്പം ഇബാദത്തിൽ ഒരാൾ പങ്കു ചേർക്കപ്പെടുന്നത് തൃപ്തിപ്പെടുകയില്ല, അവൻ ഏറ്റവും കോപമുള്ള കാര്യമാണത്. ലാ നബിയ്യുൻ മുർസൽ വലാ മലക്കുൻ മുഖറബ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള മലക്കാണെങ്കിൽ പോലും, അവൻ നിയോഗിച്ചയച്ച റസൂലാണെങ്കിൽ പോലും, അവർക്ക് പോലും ചെയ്യുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടില്ല.
എന്തുകൊണ്ടാണ് നബിനെ മലക്കിനെയും പറഞ്ഞത്? പിന്നെ അതിൽ താഴെയുള്ളവരാണ് വലിയും സാലിഹീങ്ങളും കല്ലും മരവും എല്ലാം. അവർക്ക് വരെ ചെയ്യുന്ന അള്ളാഹു ഇഷ്ടപ്പെടും. എത്ര ഗൗരവമുള്ള കാര്യമാണത്. ശിർക്ക് അത്ര ഗൗരവം. ശിർക്ക് ചില ആൾക്കാർ തെറ്റിദ്ധരിക്കൽ എന്താ, നമ്മൾ നബിക്കല്ലേ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാതിരിക്കും. ഇതൊരു വാക്കാണ് ഈ പറയുന്നത്. ഷെയ്ഖ് സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, ആകാശഭൂമികളുടെ ലോകങ്ങളുടെ സൃഷ്ടാവായ റബ്ബിനെ നീ എന്ത് ചെയ്യാണ്? സൃഷ്ടിയോട് തുല്യതപ്പെടുത്താണ്. അള്ളാഹും അവൻ്റെ സൃഷ്ടിയും തമ്മിലുള്ള വ്യത്യാസം ചേർത്തു പറയപ്പെടാൻ പോലും പറ്റാത്തത്ര വലുതാണ്. അത് എത്ര വലിയ സൃഷ്ടിയാണെങ്കിലും. ആകാശഭൂമിയുള്ള റബ്ബിൻ്റെ മഹത്വം മനസ്സിലാക്കാത്തവനാണ് ശിർക്കിലാക്കപ്പെടുന്നത്. കാത്ത രക്ഷിക്കുമാറാണ്. വഫീഹ എന്താണ്? ഇതിലുണ്ട്. ഏതിലുണ്ട്? ഫീഹ അഹ്സൻതു വഫിൽ ആയത്തി, ഈ ആയത്തിലുണ്ട് ഷിഫാഉൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കുള്ള ശമനമുണ്ട്. ഷിഫ എന്നാണ് അൽ ഖുലൂബ്, ഹൃദയങ്ങൾക്കുള്ള ശമനമുണ്ട്. മിൻ ദാഇ തഅല്ലുഖി ബിഗൈരില്ലാഹ്, ദാ രോഗം, ദാ മരുന്നിന് പറയാം ദവാ, ദവാ. മിൻ ദാഇ തഅല്ലുഖ് ബിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരെ ആശ്രയിക്കുക എന്ന രോഗത്തിൽ നിന്നുള്ള ഷിഫ ഇതിലുണ്ട്. എവിടെ ഇതിൽ ഷിഫ ഉള്ളത്? അല്ലാഹു അല്ലാത്ത ഒരാളുടെ ഹൃദയം ആശ്രയിക്കാൻ പാടില്ല എന്ന, അല്ലാഹു അല്ലാത്ത ഒരാളുടെ ഹൃദയം ആശ്രയിച്ചു പോവുക എന്നുള്ള രോഗം, അതിനുള്ള മരുന്ന് ഇതിലുണ്ട്. എവിടെയുള്ളത്? വഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രമാണ് ഞാൻ സഹായം തേടുന്നത്. അതിൽ സൃഷ്ടികളിൽപ്പെട്ട ഒരാളോടും ഹൃദയം ഒരിക്കലും ബന്ധിക്കപ്പെടും. മറ്റൊക്കെ കാരണങ്ങളാണ്. എന്ത് കാര്യങ്ങളാണെങ്കിലും, നിൻ്റെ റിസ്ക്കാണെങ്കിലും, നിൻ്റെ ജോലിയാണെങ്കിലും, നിൻ്റെ പിന്നെ ശമ്പളം തരുന്ന മുതലാളിയാണെങ്കിലും, നിൻ്റെ ഭാര്യയാണെങ്കിലും, മക്കളാണെങ്കിലും, വാപ്പയും ഉമ്മയാണെങ്കിലും, എന്താണെങ്കിലും അവയെല്ലാം കാരണങ്ങൾ മാത്രമാണ്. എല്ലാത്തിൻ്റെയും നിയന്ത്രണം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് ഒരിക്കലും മനുഷ്യൻ എന്ത് ചെയ്യരുത്? ഒന്നിനോടും അമിതമായ ബന്ധത്തിലാകരുത്. റബ്ബിനോടുള്ള ബന്ധത്തെക്കാൾ വലുപ്പത്തിൽ ഇതൊന്നും ആവരുത്, ഇതൊന്നും വലുതാവരുത് ഹൃദയത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വഅലം അന്നൽ ഉമ്മത ലൗ ഇജ്തമഅത് അലാ യൻഫഉക ബിശൈഇ ലം യൻഫഉക ബിശൈഇ ഇല്ലാ ഖദ് കതബഹു അല്ലാഹു ലക. സർവ്വജനങ്ങളും നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുമിച്ച് കൂടിയാലും അവർക്കത് സാധിക്കില്ല അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പം ഈ രോഗം മാറാനുള്ള വഴി ഇതിലുണ്ട്. നമ്മൾ എല്ലാ ദിവസവും അള്ളാഹു ഇയ്യാക നസ്തഈൻ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? എന്തിനാണ് നീ വെറുതെ വ്യാകുലപ്പെടുന്നത്? എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? അള്ളാഹു നിൻ്റെ കാര്യം ഏറ്റെടുത്താൽ നീ ഒരാളെയും പേടിക്കേണ്ടതില്ല. അള്ളാഹു നിന്നെ കൈവിട്ടാലോ നിന്നെ എല്ലാവരും ഏറ്റെടുത്തിട്ടും കാര്യമില്ല. അല്ലെ, ഖുർആൻ അള്ളാഹു പറഞ്ഞതുപോലെ, ഇൻ യൻസുർകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാളില്ല. വഇൻ യഖ്ദുൽകും ഫമൻ ദല്ലദി യൻസുറുകും മിൻ ബഅദിഹി, അള്ളാഹു നിങ്ങളെ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് നിങ്ങൾക്ക്? എത്ര ശക്തമായ വാക്കാണത്. അള്ളാഹിൻ്റെ സഹായമുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രയാസവും പേടിക്കേണ്ടതില്ല. വമിൻ അമ്രാദി റിയാ, അതുപോലെ തന്നെ റിയാഇൻ്റെ അസുഖം, അതിൽ നിന്നുള്ള ചികിത്സയുമുണ്ട്. അത് റിയാ എന്നാണ്. റിയാ എന്ന് റഅ എന്നുള്ള വാക്ക് കേട്ടില്ല നിങ്ങൾ? അല്ലേ, കാണുക, വേറൊരാളെ കാണിക്കുക, അമലുകൾ വേറൊരാളെ കാണിക്കുക എന്ന രോഗത്തിൽ നിന്നുള്ള ഷിഫാഉം ഇതിലുണ്ട്. കാരണം എന്താ? ഇയ്യാക നഅ്ബുദു എന്നാണ് പറയുന്നത്. അള്ളാഹ് നിന്നോട് മാത്രമാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതിൽ വേറെ ആൾക്ക് പങ്ക് കൊടുക്കരുത്, ഒരാൾക്കൊരു പങ്കുണ്ടാവരുത്. ഇബാദത്തിൽ അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് പങ്കുണ്ടാവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നപ്പോൾ, അന അഗ്ന ശുറകാഇ അനി ശിർകി ബി മൻ അമില അമലൻ അശ്റക ഫീഹി മഇയ ഗൈരി തറക്തുഹു വശിർകഹു, ഞാൻ പങ്കാളികൾ ഉണ്ടാകുക എന്നതിൽ നിന്ന് അങ്ങേയറ്റം ധന്യനാണ്. അള്ളാഹുവിന് വേണ്ടത് എന്താണ്? ഏറ്റവും പരിശുദ്ധമായതാണ്. അത് വേറെ പങ്കുണ്ടാവരുത്. അതാണ് സഹോദര, നീയും നിൻ്റെ റബ്ബും മാത്രം അറിയുന്ന രഹസ്യങ്ങൾ നിനക്കുണ്ടാവണം. നന്മകളുടെ കാര്യത്തിൽ, തിന്മകളുടെ കാര്യത്തിലല്ല. നന്മകളുടെ കാര്യത്തിൽ നിനക്കും നിൻ്റെ റബ്ബിനും മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. നിൻ്റെ ഭാര്യയ്ക്ക് വരെ അറിയാൻ പാടില്ല, നിൻ്റെ കുട്ടികൾ അറിയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, സലഫുകൾ ചില ആൾക്കാർ ഇതിൽ ചെയ്ത കാര്യങ്ങൾ ചിലത് വായിച്ചാൽ നമ്മൾ തരിച്ചു പോകും. അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഹസൻ ബിൻ അലി, പിൽക്കാലത്ത് വന്ന
സൈനുൽ ആബിദീനാണോ എനിക്ക് ഓർമ്മയില്ല, അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഒരാൾ, അലി ഇബ്നു അബി താലിബിൻ്റെ പേരക്കുട്ടി എങ്ങാനോ. അദ്ദേഹത്തെ പറ്റി ചില ആളുകൾ പറയണം, അദ്ദേഹം മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ കുളിപ്പിക്കാൻ ആളുകൾ ചിലർ കിടത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മുതുകിൽ കൊണ്ട് വലിയ പാട്. അങ്ങനെ അവർക്ക് മനസ്സിലായത് എന്താ സംഭവം അവർക്കറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു. ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാർ, അവരിലെ ദരിദ്രർ പരസ്പരം പറയാൻ തുടങ്ങി, നമ്മളെ വീട്ടിൻ്റെ വാതിൽക്കൽ വന്നെത്താറുണ്ടായിരുന്ന ചാക്ക് അത് കൊണ്ടുവച്ചിരുന്നത് അദ്ദേഹമായിരുന്നു. അവർക്കറിയില്ലായിരുന്നു ആരത് കൊണ്ടുവച്ചിരുന്നത്. രാത്രി ഒരാൾ ഭക്ഷണം കൊണ്ടുവച്ചിട്ട് പോകുന്നുണ്ട്, ഇതാരെ കൊണ്ടുവെക്കുന്നത് അവർക്കറിയില്ലായിരുന്നു. ഇഖ്ലാസ് എത്ര ശക്തമായിരുന്നു അവരടുത്ത്. ഒരു മരിച്ചിട്ടാണ് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. ഒരാൾ മരിച്ചപ്പോൾ നിന്നുപോയി, കിട്ടുന്നില്ല. അപ്പോഴാണ് അവർ ചിന്തയായി ഇദ്ദേഹമായിരുന്നല്ലോ ഇത് വെച്ചിരുന്നതെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു മനുഷ്യനും അറിയാത്ത വിധത്തിൽ കഴിയുമെങ്കിൽ നിനക്ക് പോലും അറിയാത്ത വിധത്തിൽ നീ നന്മകൾ ചെയ്തു. നിനക്ക് പോലും അറിയാത്തതാണ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് നോക്കേണ്ടതില്ല. നന്മ അള്ളാൻ്റെ അടുത്തുണ്ട്, നീ അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കണം. അത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അള്ളാഹ് സ്വീകരിക്കും. നീ അതിനെക്കുറിച്ച് ഇനി ആലോചിക്കേണ്ട, തിന്മകളെക്കുറിച്ച് ആലോചിച്ചോ. ഇബ്നു മസ്ഊദ് പറഞ്ഞതുപോലെ ഉദ്ദു സയ്യിആതികും, നിങ്ങൾ നിങ്ങളുടെ തിന്മകൾ എണ്ണിക്കോ. വ ഇന്നി ളാമിനുൽ ലക്കും അല്ലാ തദിഅ ഹസനാതുകും, നിങ്ങളുടെ നന്മകളൊന്നും അള്ളാഹു ഒരിക്കലും പാഴാക്കില്ലെന്ന് ഞാൻ ഉറപ്പ് വരാം. അതിങ്ങനെ എണ്ണി വെക്കേണ്ടയില്ല. എന്നാൽ അവർ കൂട്ടം കൂടി ഇരുന്ന് ഹൽക്കുണ്ടാക്കി ദിക്ർ ചൊല്ലിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ്. നന്മ അള്ളാഹു രേഖപ്പെടുത്തി വെക്കുന്നതാണ്. വലാ യദില്ലു റബ്ബി വലാ യൻസ, എൻ്റെ റബ്ബിനൊരിക്കലും തെറ്റുകയില്ല, അവനൊരിക്കലും മറന്നുപോവുകയില്ല. പക്ഷെ നമ്മൾ പലരും നന്മകളാണ് നമ്മൾ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് പാടില്ല. അമ്രാദ് റിയാൻ്റെ രോഗം വരരുത്. റിയാൻ്റെ വേറെയുള്ള ആളെ കാണിക്കുക എന്നുള്ളത്, ഈ ചിന്തിക്കുക. റിയാവ് വന്ന് ഹൃദയത്തിൽ നിസ്കാരത്തിൻ്റെ ഇടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചിന്തിക്കുക, ആലോചിക്കുക, അതിന് മറുപടി ഹൃദയത്തിൽ പറഞ്ഞു കൊടുക്കുക. അതിനോട് മുജാഹദത്ത് ഉണ്ടാവുക. ചില ആൾക്കാർ മൈൻഡ് ചെയ്യില്ല, അങ്ങനെ ചെയ്യരുത്. എന്താ മുജാഹദത്താണ്? ആലോചിക്കുക, ഇവന് കണ്ടതുകൊണ്ട് എനിക്കിത് പരലോകത്ത് യാതൊരു ഉപകാരമില്ല, അവൻ എനിക്ക് പ്രതിഫലം നാളെ തരാൻ പോകുന്നില്ല, ഞാൻ ഈ ചെയ്യുന്ന നിസ്കാരം എൻ്റെ റബ്ബിനല്ലെങ്കിൽ ഇത് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കി കളയുന്ന ആളെ. ഹദീസിൽ വന്ന് മൻ സമ്മഅഹുല്ലാഹ്, ആരെങ്കിലും ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്താൽ അള്ളാഹു അവനെ നാളെ വഷളാക്കുന്നതാണ്. അപ്പം എപ്പോഴും ആലോചിക്കാതെ ആൾക്കാർ നോക്കുന്ന ആൾക്കാരെ ചിന്തിക്കാതിരിക്കുക. ചില ആളുകൾ പറഞ്ഞു റിയായിൽ നിന്ന് ഒരാൾ മോചിതനാവുക എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് പോയി അമൽ ചെയ്യാന്നല്ല, മറിച്ച് ആളുകൾ ഉണ്ടാകട്ടെ ഉണ്ടാകാതിരിക്കട്ടെ നിന്നെ അത് ബാധിക്കാതിരിക്കുക എന്നുള്ളത്. അങ്ങനെ നീ എത്തുക എന്നുള്ളതാണ് എൻ്റെ പരിശ്രമം. മുജാഹിദ് ഇഖ്ലാസ് ഒരാൾ ശീലമാക്കിയാൽ, അദ്ദേഹം മനോഹരമായ ഒരു വാക്ക് പറഞ്ഞേക്കാണ്, ഇഖ്ലാസ് ഒരാൾ ശീലമാക്കിയാൽ പിന്നീട് അയാൾക്ക് ഇഖ്ലാസ് ഇല്ലാതെ അമൽ ചെയ്യുക എന്നത് പ്രയാസകരമായിരിക്കും. ഇത് ശീലമായി കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാത്തൊരു അമൽ ചെയ്യുക എന്നുള്ളതായിരിക്കും അയാൾക്ക് പ്രയാസം. ഇത് ശീലമാക്കിയാൽ, ഇഖ്ലാസ് ശീലമാക്കി, എങ്ങനെ ഇഖ്ലാസ് മുജാഹദത്ത് നടത്തുക, യുദ്ധം നടത്തുക, മനസ്സിനോട് പോരാടിക്കൊണ്ടിരിക്കുക. ഞാനിത് റബ്ബിന് വേണ്ടിയിട്ടാണ്. ഇത് ഒരാളുടെയും തൃപ്തിയോ ഒരാളുടെയും നല്ല വാക്കോ ഞാൻ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് അവനവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇത് ചികിത്സിച്ച് കുറച്ച് സമയമെടുക്കും മാറ്റാൻ, പക്ഷേ ചികിത്സിക്കുക. യുദ്ധത്തിൽ തോറ്റു കൊടുക്കരുത്. ചില ആൾക്കാർ സംഭവിക്കുന്ന പ്രശ്നം അതാണ്, അവസാനം റിയാ തോറ്റു കൊടുക്കും. എങ്ങനെ തോറ്റു കൊടുക്കുക? ഹലാസ് നിസ്കരിച്ചാൽ മതി, എങ്ങനെയെങ്കിലും നിസ്കരിക്കട്ടെ. ഇപ്പം ഇതൊക്കെ നോക്കി നിന്നാൽ നിസ്കാരം നടക്കില്ല. ഹൃദയത്തിലുള്ള ഈ പോരാട്ടം നിസ്കാരത്തെക്കാൾ പ്രയാസമാണ്. മനസ്സിനോട് ഈ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിസ്കരിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് മനസ്സിനോട് യുദ്ധം നടത്തുക എന്നുള്ളത്. കാരണം നിസ്കാരം നമ്മുടെ കൈകൊണ്ട് കാലോട് ചെയ്തു തീർക്കാൻ എളുപ്പമാണ്, പക്ഷെ മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളത്, മറ്റൊരാളുടെ നോട്ടം എന്നെ ബാധിക്കാതിരിക്കുക എന്നതിലേക്ക് എത്തരുത്, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. സലഫുകൾ പറഞ്ഞതുപോലെ എൻ്റെ നീയത്തിനേക്കാൾ പ്രയാസമുള്ള ഒരു കാര്യം ഞാൻ ചികിത്സിച്ചിട്ടില്ല. അത് എങ്ങനെ ചികിത്സിച്ചാലും വേറെ കോലത്തിൽ അത് വന്നെത്തും. ശ്രദ്ധിക്കും. വൽ ഉജ്ബി, ഉജ്ബ് എന്ന് പറഞ്ഞാൽ അവനവൻ്റെ അമലുകളിൽ സ്വയം മതിപ്പ് തോന്നാനുള്ളതാണ്. അവനവൻ്റെ അമലുകളിൽ, പ്രവർത്തനങ്ങൾ സ്വയം അത്ഭുതം തോന്നാൻ, ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ
ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഏത് അമൽ ഉജുബുണ്ടോ അത് കുറച്ച് ദിവസം കൊണ്ട് നശിച്ചു പോകും, ഇല്ലാതെയാവും. അമലില്ല, ബറക്കത്തില്ലാതെയാക്കളെ. ഉജുബ് ഒരാളിൽ കയറി കൂടിയാൽ അവൻ്റെ അമൽ നശിക്കും, തൗഫീഖ് ഇല്ലാതെയാണ് അമൽ ചെയ്യാനുള്ള. അവനവൻ്റെ അമലുകളിലേക്ക് നോക്കാതിരിക്കുക, സൽക്കർമ്മങ്ങൾ നോക്കിയിട്ട് ഞാൻ കുഴപ്പമില്ലാത്ത എപ്പോഴും. എന്താ അള്ളാഹു പറഞ്ഞത്? തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദി വലാ ഫസാദ. ആ പരലോക ഭവനം നാം ഒരുക്കി വെച്ചിരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? അല്ലദീന ലാ യുരീദൂന ഉലൂവൻ ഫിൽ അർദ്, ഭൂമിയിൽ ഔന്നത്യം ആഗ്രഹിക്കാത്തവരാണ്, വലാ ഫസാദ, കുഴപ്പം ആഗ്രഹിക്കാത്തവരാണ്. അള്ളാഹു ഖുർആൻ പറഞ്ഞു, ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിൻ്റെ അടുത്ത് സലീമായ ഹൃദയത്തോടു കൂടി വന്നെത്താൻ. എന്താ സലീം എന്ന് പറഞ്ഞാൽ? ശിർക്കില്ല, ബിദ്അത്തില്ല, മറ്റുള്ളവരോടുള്ള ഹഖ്ദ്, അസൂയയും ഇല്ല, അങ്ങനത്തെ. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കുക, ഉജുബിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ഇത് സഹായിക്കുക. എങ്ങനെ ഉജുബിൽ നിന്ന് ശുദ്ധീകരിക്കുന്ന ഈ ആയത്ത്? എങ്ങനെയാണ് ശുദ്ധീകരിക്കുന്നത്? ഏത് ഭാഗത്താണ് അതുള്ളത്? വയ്യാക നസ്തഈൻ, നീ അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് ഇത് ചെയ്യുന്നത്, നിന്നെ കൊണ്ടല്ല. നിനക്ക് യാതൊരു മതിപ്പുമില്ല ഈ കാര്യത്തിൽ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ മാത്രം നീ ഒന്നുമല്ല. അള്ളാഹുവാണ് നിന്നെ സഹായിച്ചത്. നിന്നെക്കാൾ ബുദ്ധിയുള്ളവരെ നീ കാണുന്നില്ലേ? നിന്നെക്കാൾ കഴിവുള്ളവരെ നീ കാണുന്നില്ലേ? അവരെത്തിപ്പെട്ടിരിക്കുന്ന അവസ്ഥ നീ കാണുന്നില്ലേ? വലാകിന്ന അല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫി ഖുലൂബിക്കും, അള്ളാഹു ആകുന്നു ഈമാനിന് നിങ്ങളുടെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടാക്കിയത്, അതിന് ഭംഗിയുണ്ടാക്കിയത്. കറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ അസ്യാൻ, കുഫറിനോട് വെറുപ്പുണ്ടാക്കിയത് അള്ളാഹുവാണ്. നിനക്കിതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യവുമില്ല, അള്ളാഹുവാണ് നിന്നെ ഈ വഴിയിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഒരു കാരണവശാലും അമലുകൾ അവനവനെ കൊണ്ട് ചെയ്തു എന്ന ധാരണയിലെത്തരുത്. അള്ളാഹുവിനെ കൊണ്ടാണ്, റബ്ബാണ് ഇതിലേക്ക് എത്തിച്ചത്. റബ്ബിൻ്റെ സഹായമില്ലെങ്കിൽ ഇത് മരിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. അള്ളാഹുവിൻ്റെ ഫദ്ലാണ്. സഹാബികളോട് അള്ളാഹു ഇതാണ് പറഞ്ഞത്, അള്ളാഹ് റസൂലിൻ്റെ സഹാബത്തോട് ഇതാണ് പറഞ്ഞത്. അള്ളാഹ് ഖുർആൻ പറഞ്ഞില്ലേ, വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മതുഹു മാ സക്കാ മിൻകും മിൻ അഹദിൻ അബദൻ. അള്ളാഹുവിൻ്റെ ഫദ്ലും ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളിൽ ഒരാൾ പോലും ജീവിതത്തിൽ വിശുദ്ധിയുള്ളവരാകുമായിരുന്നില്ല. അള്ളാഹു തന്നതാണ്. ആലോചിക്കും, ലോകത്ത് എത്ര മനുഷ്യന്മാരുണ്ട്, എത്ര സമ്പത്തുള്ള ആൾക്കാർ, ബുദ്ധിയുള്ള ആളുകൾ, ശക്തിയുള്ളവർ, കഴിവുള്ളവർ, എന്തൊക്കെ ഉണ്ട്. അള്ളാഹു ഹിദായത്ത് ഒരാൾക്ക് തിരഞ്ഞെടുത്ത് നൽകുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഉജുബ് ഇതില്ലാതെയാക്കി കളയും. കാരണം ഇയ്യാക നസ്തഈൻ, റബ്ബേ നിന്നോട് സഹായം തേടിയിട്ടാണ് ഞാനിതിൽ പോകുന്നത്. അതുപോലെ തന്നെ വൽ കിബ്രിയ, കിബ്ര അഹങ്കാരം. ഉജുബും കിബ്രിയ അഹങ്കാരം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ എളുപ്പത്തിൽ വിവരിച്ചു തന്നിട്ടുണ്ട്. എന്താ അഹങ്കാരം? അവിടുന്ന് പറഞ്ഞു, അൽ കിബ്രു ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും ആളുകളെ വില കുറച്ച് കാണിക്കലും. സത്യത്തെ നിരാകരിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള ധിക്കാരമാണ്. ജനങ്ങളെ കുറഞ്ഞു കാണുക എന്നുള്ളത് ജനങ്ങളോടുള്ള ധിക്കാരമാണ്. ചില ആൾക്കാർ ചിലപ്പോൾ ജനങ്ങളോട് വലിയ വിനയം കാണിക്കും, പക്ഷെ സത്യത്തിന് മുൻപിൽ കടുത്ത ധിക്കാരിയായിരിക്കും. സത്യം നിൻ്റെ അടുത്തേക്ക് വന്നെത്തിയാൽ അത് സ്വീകരിക്കുക. അള്ളാഹുവിൽ നിന്ന് വന്നതാണ്, സത്യം റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിൻ്റെ ശിഷ്യനോ അല്ലെങ്കിൽ നീ പഠിപ്പിച്ച ആളോ നിന്നെക്കാൾ വിവരമില്ലാത്ത ആളോ ആയിരിക്കും ചിലപ്പോൾ നിനക്ക് കൊടുന്നു തരുന്നത്. അപ്പോൾ നീ ഒരിക്കലും അഹങ്കാരം കാണിക്കരുത്. ചിലപ്പോൾ നിൻ്റെ മക്കളെ ആയിരിക്കും കൊടുക്കുന്നത്, നിൻ്റെ പേരക്കുട്ടിയായിരിക്കും നിനക്ക് പറഞ്ഞു തരുന്നത്. എത്ര ആൾക്കാർ ഇതൊക്കെ കാരണത്ത് സത്യം സ്വീകരിക്കാതിരിക്കാറുണ്ട്. അവനാരാ എന്നോട് പറയാൻ? അതാണ് കിബറിൻ്റെ ഏറ്റവും കടുത്ത രൂപം, ഇതാണ് ഹക്ക് സ്വീകരിക്കാതിരിക്കാണ്. സഹോദരങ്ങളെ, സ്വന്തത്തെ എപ്പോഴും പറഞ്ഞു ഉപദേശിച്ചു കൊണ്ടിരിക്കുക, അവനവൻ്റെ നഫ്സിനെ മുആതബ നടത്തുക, ആക്ഷേപിക്കുക. ഏതെങ്കിലും ഒരു ഹക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ധിക്കാരത്തിൻ്റെ സംസാരം സ്വന്തം ഹൃദയം നടത്തിയാൽ പറഞ്ഞു കൊടുക്കുക. സ്വന്തത്തോട് സംസാരിക്കരുന്നിട്ട് നീ ആരാണെന്നാണ് വിചാരിക്കുന്നത്?
ആരുടെ മുന്നിലേക്കാണ് നീ ചെല്ലാൻ പോകുന്നത്? അള്ളാഹുൽ നിന്ന് ദീനിൻ്റെ ഹക്ക് നിനക്ക് വന്നെത്തിയിരുന്നെങ്കിൽ റബ്ബ് നിനക്കത് കാണിച്ചത്, നീ ആരോടാണ് ഈ ധിക്കാരം കാണിക്കുന്നത്? സ്വന്തത്തോട് പറയാം. നഫ്സിനോട് സംസാരിക്കുക, ഇടയ്ക്കിരുന്നിട്ട് അവനവൻ്റെ നഫ്സിനോട് ഇരുന്ന് സംസാരിക്കുക. സ്വന്തം നഫ്സിനോട് അവഗണിച്ചു കൂടരുത്, വർത്തമാനം പറയാതിരിക്കരുത്. എന്താ സ്വന്തം നഫ്സിന് കുറച്ച് നേരം, അത് മനുഷ്യന് ഖൽവത്തിൻ്റെ ചില സമയങ്ങൾ വേണം. രണ്ടും ആൾക്കാർക്ക് വേണമെന്നാണ്. ഖൽവത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കിരിക്കുക, ചില സമയത്ത് ഒറ്റയ്ക്കിരിക്കണം. അവനവനോട് സംസാരിക്കുക, സ്വന്തത്തോട് കാര്യങ്ങൾ ചോദിക്കുക. എന്താണ് നിൻ്റെ സ്ഥിതി? ഹസൻ അൽ ബസ്രി അദ്ദേഹം പറഞ്ഞില്ലേ, അജീബായ ഒരു മനുഷ്യനുണ്ട്, അവൻ ചോദിച്ചതെല്ലാം നീ അവന് നൽകിയാൽ നാളെ അവൻ നിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരിക്കും. എന്നാൽ അവൻ ചോദിച്ചതിൽ നിന്നെല്ലാം നീ അവനെ തടഞ്ഞു വെക്കുകയും അവനെ പീഡിപ്പിക്കുകയും ചെയ്താൽ നാളെ നിൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ അവനായിരിക്കും. ആൾക്ക് ധാരാളം. അദ്ദേഹം പറഞ്ഞു, മനുഷ്യൻ്റെ നഫ്സാണ്, അവനവൻ്റെ നഫ്സാണ്. ഈ നഫ്സ് ഒന്ന് ആലോചിച്ച് നോക്ക്, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഇതിന് സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് പലതും ചെയ്തു കൊടുത്തത്. എന്നിട്ട് പരലോകത്തെത്തിയാലോ ഇതാകെ തിരിച്ച് നേരെ ആക്ഷേപിക്കും. എന്നാൽ ഇതിനെ ഇന്ന് പ്രയാസപ്പെടുത്തിയാലോ നാളെ ഇത് സുഖിക്കും, അതിന് സമാധാനം ഉണ്ടായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, അവനവൻ്റെ നഫ്സുമായി കുറച്ചു നേരം ഇരിക്കുക, ഒറ്റയ്ക്കിരിക്കുക, കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കുക. ഇടയ്ക്ക് ഖുർആനുമായി വഖഫ് ഉണ്ടാവുക, ഇടയ്ക്ക് ദിക്റുകളുമായിട്ട് വഖഫ് എന്ന് കുറച്ച് സമയം ഉണ്ടാവുക. ദീൻ എല്ലാ ഒച്ചപ്പാടുകൾക്കിടയിൽ നിന്ന് കുറച്ചു നേരം മാറിയിരിക്കുക. പണ്ഡിതന്മാർ ചില ചെയ്യാറുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ആൾക്കാരില്ലാത്ത മസ്ജിദിൽ പോയിരിക്കുക, ഖുർആൻ ഓതുക, കുറേ നേരം ഓതുക. ഈമാൻ പ്രയാസത്തിലായി തോന്നുന്നുണ്ടോ? ആരുമില്ലാത്ത മസ്ജിദിൽ പോവുക, കുറച്ച് അവിടെ ഇരിക്കുക, ഖുർആൻ ഓതുക, പ്രാർത്ഥിക്കുക. ഈമാൻ നബി സല്ലല്ലാഹു അലൈഹി ഹദീസിൽ വന്നതുപോലെ വസ്ത്രം നുരുമ്പുന്നത് പോലെ നുരുമ്പിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് പുതുക്കണം, അവഗണിച്ച് കളയരുത്. ഞാനിപ്പോൾ കുഴപ്പമില്ലാത്ത അവസ്ഥ അങ്ങനെ വിചാരിക്കരുത്. ഇടയ്ക്കൊരു പിടുത്തം പിടിക്കണം, സ്വന്തത്തിനെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ അത് ധിക്കാരം കാണിച്ച് മുന്നോട്ട് പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീൻ വിവരം നമുക്ക് അള്ളാഹു അവഗാഹം നൽകി ജീവിതത്തിൽ പാലിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും ചെയ്യുമാറാകട്ടെ. اللهم فقهنا في الدين وعلمنا التأويل. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. صلى الله وسلم وبارك على نبينا محمد.